ഞാൻ ലിജി വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് രേണു സുധിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഞാൻ മരണത്തോടുകൂടി പ്രശസ്തനായ ഒരു കലാകാരനാണ് സുധി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഘട്ടത്തിൽ രേണുവിനും മക്കൾക്കും വേണ്ടി ഫ്ലവേഴ്സും മറ്റ് ഫേസ്ബുക്ക് കൂട്ടായ്മ എല്ലാവരും ചേർന്ന് സുധി ഒരു വീട് സുധിലയം എന്നൊരു വീട് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പ്രശസ്തിയെ മറവ് പറ്റി രേണുവും പതുക്കെ ഉയരാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ആ രേണുവിൻ്റെ ഉയർച്ച ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നു നിൽക്കുകയാണ്. രേണു ഒരുപാട് ഉയർന്നു വന്നു, പക്ഷേ അത് നല്ലൊരു ഉയർച്ചയായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലും ആണെന്ന് പറയാൻ പറ്റാത്ത ഒരു രീതിയിലാണ്. അപ്പോൾ അതിനാൽ വെച്ചാൽ രേണു പറയേണ്ടത്, രേണുവിന് ഉപകാരം ചെയ്തവരെ എല്ലാം മറന്നുകൊണ്ട് സംസാരിക്കാൻ രേണു ശീലിച്ചു. അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ രേണുവിന് സംഭവിച്ച ഒരു പാകപ്പിഴയായിരുന്നു ബിഷപ്പ് നോബൽ ഫിലിപ്പിനെ കുറിച്ച് പറഞ്ഞത്. രേണു തന്റെ ഇപ്പോൾ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് ബിഷപ്പ് സ്ഥിരതയില്ലാതെ സംസാരിക്കുന്നു എന്നാണ്. ഇത് കഥയില്ലാതെ വർത്തമാനം പറയുന്നു എന്നാണ് പറയുന്നത്. ബിഷപ്പ് അതിനെക്കുറിച്ച് ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പ്രതികരിക്കുന്നതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം കഥയറിയാത്ത ആളല്ല, കഥയില്ലാത്ത ആളല്ല, കഥയുള്ള ആളായതുകൊണ്ടാണ് അവർക്ക് ആ വസ്തു നൽകിയത്, വസ്തു ആ കുട്ടികൾക്കായി നൽകി. അങ്ങോട്ട് ചെന്ന് പറയുകയല്ലായിരുന്നു. ഈ സുധിയുടെ മരണത്തിനോട് ഒരു സമിതി ഉണ്ടാക്കി. ആ സമിതിയും ഫ്ലവേഴ്സുകാരും ഒക്കെ എല്ലാവരും കൂടെ ചേർന്നാണ് ഈ വസ്തു കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്, കുട്ടികൾക്കായി കൊടുത്തത്. ബിഷപ്പ് പറയുന്നത് അതിൽ ബിഷപ്പിന് കഥയുണ്ടായത് കൊണ്ട്, കുട്ടികളുടെ അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ടാണ് ബിഷപ്പ് ഈ വസ്തു കൊടുത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനിയും സോഷ്യൽ മീഡിയയിൽ ബിഷപ്പിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ അല്ലെങ്കിൽ ഇന്റർവ്യൂസ് രേണു കൊടുത്താൽ രേണുവിനെതിരെ കേസ് കൊടുക്കുമെന്നാണ് ബിഷപ്പ് പറയുന്നത്. അപ്പോൾ ഒരു വാഹനാപകടത്തിൽ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. ആ സമയത്ത് എൻ്റെ അടുത്ത സുഹൃത്തായിരിക്കുന്ന രാഹുൽ ഇരുമ്പുകുഴിയും മറ്റ് മാധ്യമ സുഹൃത്തുക്കളും എന്നെ നേരിൽ വന്ന് കാണുകയും ഞാൻ ഈ താമസിക്കുന്ന ദേശത്തെ എനിക്ക് കുടുംബസ്വത്തായി കുറേയധികം വസ്തു, എൻ്റെ ഫാമിലി പ്രോപ്പർട്ടി എനിക്കുണ്ട്. അപ്പോൾ ഞാൻ പല ചാരിറ്റി വർക്ക്, അതിൽ കൊല്ലം സുര മൂത്ത മകന് അമ്മ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ തീർത്തും അപ്പനും അമ്മയും ഇല്ലാത്ത ഒരു കുട്ടിയും, പിന്നെ ഈ രേണു സുധി എന്ന് പറയുന്ന ഈ സ്ത്രീക്കുണ്ടായ, സുധിയിൽ കൂടെ ജനിച്ച ഋതുൽ എന്ന് പറയുന്ന ഒരു കുട്ടിക്കും കിടക്കാൻ സ്വന്തമായിട്ട് വീടില്ല, വസ്തുവില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹായം ചെയ്യാമോ എന്ന് എന്നോട് ചോദിച്ച് മുൻപോട്ട് വന്നത് 24 ചാനലിൻ്റെ MD ബഹുമാന്യനായ ആർ ശ്രീകണ്ഠൻ നായർ സാറും അതിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാന്യനായ ശ്രീ ഉണ്ണികൃഷ്ണൻ സാറുമാണ് എന്നെ ഈ കാര്യത്തിലേക്ക് വേണ്ട പ്രചോദനം നൽകി മുൻപോട്ട് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങൾ ഈ കാണുന്ന കരമടച്ച രസീത് ഇതിനകത്ത് കാണിക്കാം, കൊല്ലം സുധി 2 മക്കളുടെ പേരിൽ വസ്തു നൽകി കരമടച്ചിരിക്കുന്ന ഇവർക്ക് ഈ വീട് വെച്ച് നൽകുകയാണ് ചെയ്തത്. ഈ രേണു സുധി അത് ചോദ്യം ചോദിച്ചാൽ സ്ക്രിപ്റ്റഡ് ചോദ്യം തന്നെയായിരുന്നു. രേണു സുധിയോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, അവരെവിടോ ഒരു ഓൺലൈൻ ചാനലിൽപ്പെട്ട ആൾ അവരുടെ അടുത്ത് വന്നിട്ട് അവരെവിടോ ഷൂട്ടിന് പോയി നിൽക്കുന്ന സമയത്താണ് എന്നെ ഒരു മാധ്യമ സുഹൃത്താണ് ഇവിടെ കൊണ്ട് കാണിച്ചത്. അവരിപ്പോൾ ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് ഏറെക്കുറെ എല്ലാം ധാരണയായി നിൽക്കുകയാണ്. അപ്പോൾ അവർക്കൊരു സമൂഹത്തിൽ എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടി ആദരണീയരായ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരുപാട് പേരെ കാര്യവാരി ചേർത്ത് ഇങ്ങനെ സമൂഹത്തിൽ അവർക്കൊരു ഫെയിം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ഇത്യാദി ക്വസ്റ്റ്യൻസ് സമൂഹത്തിൽ കൊണ്ടുവന്ന് അനേകം മുറിവിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ല ഇവർ. സമൂഹത്തിൽ കോമാളിത്തരങ്ങൾ കാണിക്കുന്ന ഒരു സംഘത്തെ വാർത്തെടുക്കുകയാണ് ഇന്ന് കേരള സമൂഹത്തിന് ആവശ്യം. രേണു സുധി ഇവരിങ്ങനെ ഇതൊന്നും അധിക നാൾ നിൽക്കത്തില്ലെന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. പഴയ ഒരു പുരാണമല്ല, പഴയ പ്രായമുള്ള ആൾക്കാർ പറയുന്നൊരു കാര്യം, താണ നിലത്തെ നീരോടു, അവിടെ ദൈവം തുണ ചെയ്യും. അങ്ങനെ രേണു സുധി പതുക്കെ ഉയർന്നു വന്നപ്പോൾ സുധിയുടെ രണ്ടാം ഭാര്യയുടെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ഒക്കെ പറഞ്ഞു ഒരു ലിവിങ് ടുഗദർ റിലേഷൻ ആയിരുന്നു, സുധിയുടെ കീപ്പായിരുന്നു എന്നൊക്കെ പറയുകയും അതിൻ്റെ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ കൊണ്ട് തന്നെ വീണ എസ് പിള്ളை, സുധിയുടെ രണ്ടാം ഭാര്യ, അപ്പം അവർ ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് രേണുവിൻ്റെ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ അവരൊരു കീപ്പായിരുന്നു, അല്ലെങ്കിൽ അവരൊരു ലിവിങ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു എന്നുള്ള പരാമർശങ്ങൾ അവരെ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ അവർക്ക് വളരെ ഷെയിമായി എന്നാണ് അവർ പറയുന്നത്. വീണ ഇന്റർവ്യൂ കൊടുക്കുന്നത് വരെയും സുധി എന്ന് പറയുന്ന കലാകാരൻ നല്ലൊരു ഫെയിമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ ഇന്റർവ്യൂ നെഗറ്റീവ് ആകുമോ എന്ന് കരുതിയാണോ ചെയ്തതോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. പക്ഷേ വീണ അതിൽ അവരതിലൊരു ഫെയിം ആഗ്രഹിക്കുന്നില്ല, അവർക്ക് സുധിയെ വിറ്റ് കാശുണ്ടാക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതും ഏകദേശം സുധിയെ വിറ്റ് കാശുണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വീണ വന്ന് പറയുന്നത് അവരുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളായിരിക്കാം. പക്ഷേ നമുക്ക് മനസ്സിലായത് വീണയും സുധിയും വിവാഹം കഴിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രേണുവുമായി സുധിക്ക് അടുപ്പമുണ്ടാവുകയും വീണ സുധിയുമായിട്ട് ഡിവോഴ്സായി മാറി രേണുവും സുധിയും വിവാഹം കഴിച്ച് ജീവിക്കുകയുമായിരുന്നു. അപ്പോൾ
അത് യഥാർത്ഥത്തിൽ അത് ശ്രുതിയുടെ ക്യാരക്ടറിനെ കുറിച്ച് അങ്ങനെ ഒരു കാര്യം വീണ പറയുന്നതിലൂടെ ശ്രുതിയുടെ ക്യാരക്ടർ കൂടുതൽ മോശപ്പെട്ട രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് രീതിയിലായാലും വീണയായാലും രേണു ആയാലും പറയുന്നത് ശ്രുതിക്ക് നെഗറ്റീവ് ഉണ്ടാകാതെ ചിലപ്പോൾ അവർക്ക് പറയേണ്ട ഭാഗങ്ങൾ അവരുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കിയതായിരിക്കാം. പക്ഷേ ശ്രുതിയെക്കുറിച്ച് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമേജ്, ഒരു മുഴുക്കുടിയൻ അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ പിറകെ ഒന്ന് മാറി പോകുന്ന പെണ്ണുങ്ങളുടെ പിറകെ പോകുന്ന ഒരാൾ എന്ന ഒരു രീതിയിലേക്ക് ആ ഒരു ഇമേജ് ഇപ്പോൾ ശ്രുതിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ ശ്രുതിയുമായിട്ടുള്ള ഡിവോഴ്സിന് ശേഷം മറ്റൊരാളെ വിവാഹം കഴിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രേണുവിൻ്റെ വിവാദപരമായ പരാമർശങ്ങളാണ് അവരെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ പബ്ലിക്കിനോട് വന്ന് ഇങ്ങനെ പറയേണ്ടതായ ഒരു അവസ്ഥ വന്നിട്ടുണ്ടാകാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അവർ വന്നത്. ഇപ്പോൾ സ്വന്തം ഇരിപ്പിടം ഇല്ലാതാക്കിക്കൊണ്ടുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി ഒഴിവാക്കുക. കെട്ടിടം വെച്ചു കൊടുത്ത ഫിറോസിനെ കുറിച്ച് പറയാവുന്നതിൻ്റെ അവരുടെ പണികളെക്കുറിച്ച് ആ വീടിനെ കുറിച്ചുള്ള പോരായ്മകൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിക്കായി പറഞ്ഞു. അതിനുണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ മൊത്തവും ഉണ്ടാക്കിക്കഴിഞ്ഞു. ഇപ്പോൾ വസ്തു കൊടുത്ത ബിഷപ്പിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. മതിൽ കെട്ടിക്കൊടുത്ത മറുനാടൻ മലയാളി എന്ന ചാനലുകാരുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു മതിൽ. അപ്പോൾ അവർക്കെതിരെയും രേണു വന്നിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ബോസിലേക്ക് എത്തുന്നത് വരെയും ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഇങ്ങനെ ഹൈപ്പിൽ നിർത്തിക്കൊണ്ട് രേണുവിന് പോവാനാണ് ആഗ്രഹം. പേടിച്ചുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഇരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഫാമിലി എനിക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. സുധിയുടെ ഫാമിലി അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ 9 വർഷക്കാലമായിട്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നത്. എനിക്ക് അമ്മയ്ക്ക് റൂം വന്നു, ഡോറി കട്ടി അമ്മ ഡോർ തുറന്നു, ഞാൻ കിടക്കുന്നു, പെട്ടെന്ന് ചാടി ഞാനാണ് സുധി കേട്ടോ. എന്റെ നാട്ടുകാരാണെന്ന് പറഞ്ഞു ഇങ്ങനെയാണ് പുള്ളി ഫസ്റ്റ് എന്ന് പറയാൻ ആവശ്യം. സുധിച്ചാണോ അറിയാൻ ഈ പ്രശ്നങ്ങൾ ഭയങ്കര വിവാദമായപ്പോ കേൾക്കുന്ന ആൾക്കും അറിയാം. എന്റെ വീട്ടിൽ നേരിട്ടൊക്കെ ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യണം. ഈ പ്രശ്നങ്ങൾ ഭയങ്കര വിവാദമായപ്പോ ആൾ തന്നെ ഒരുമാതിരി എന്നോട് സംസാരിച്ചു. അപ്പൊ ഞാൻ സുധിച്ചോട് ഇതിൽ ആൾക്കാർ ഇങ്ങനെ ഭയങ്കര മോശമാണ് സംസാരിക്കുന്നത് നമ്മളെ കുറിച്ച്. ചേട്ടനെ കൊണ്ടു നടക്കുന്നത് മാത്രമല്ല പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കല്യാണം അതുപോലെ തന്നെ താങ്കളുമായിട്ടുള്ള വിവാഹത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് കൊല്ലം സുധിയായിട്ട് അവരൊരു ബന്ധം ഉണ്ടാക്കുന്നതും അവർ പിന്നെ ആ വ്യക്തിയിലേക്ക് മാറുന്നത്. ചോദിക്കുകയും ചെയ്തത് ഞാൻ ആ കുറച്ച് സമയം ഭയങ്കരമായിട്ട് എനിക്ക് പ്രോബ്ലം തന്നെയായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ എന്റെ കരിയർ ഒരു നഷ്ടപ്പെടുത്തി ഇവിടുന്ന് പോകേണ്ടി വന്നത്. മിലിറ്ററി ഫീൽഡിൽ നിന്ന ഒരാളാണ്, തിരിച്ചു കയറിയിട്ടില്ല ഇതുവരെയായിട്ട്. അത് ഇറങ്ങിപ്പോന്നു, ഞാൻ ഇറങ്ങിപ്പോന്നു. പോകാൻ ആഗ്രഹിക്കുന്നില്ല? പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മാനസികമായി കഴിയാതാണോ? എനിക്ക് തിരിച്ചു പോകണം. പല സമയങ്ങളിലും സുധിച്ചേട്ടനെ യൂസ് ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പല വാക്കുകളും ഉപയോഗിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്വയം തളർന്നു എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും തളർന്നു. പക്ഷെ സുജിക്ക് അന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്നെ എന്റെ അമ്മയെ കൈയിടത്തില്ല. ഒരു സമൂഹം മൊത്തം നിങ്ങൾ ചെറിയ രീതിയിൽ കൊല്ലംകാരായ രണ്ടുപേരും തമ്മിൽ രേണുവിനെ നോക്കി ഇങ്ങനൊന്നും നെഗറ്റീവ് പബ്ലിസിറ്റി ഇല്ലെങ്കിലും നല്ല പബ്ലിസിറ്റി ആയാലും നെഗറ്റീവ് പബ്ലിസിറ്റി ഇല്ലെങ്കിലും രേണുവിന് തീർച്ചയായും ബിഗ് ബോസിൽ എത്താൻ പറ്റും. കാരണം രേണുവിൻ്റെ ആൽബംസും കാര്യങ്ങളും മതി രേണുവിനെ ബിഗ് ബോസിലേക്ക് എത്തിക്കാൻ. അതിൽ തന്നെ ആവശ്യത്തിനുള്ള കണ്ടന്റ് രേണു ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാൻ. അപ്പോൾ വീണ്ടും ഉപകാരം ചെയ്തവരെ ഉപദ്രവിക്കാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.